ഗജരത്നം, കാളിയാർ മഠം, രാജശേഖരൻ. കോന്നി വനമേഖലയുടെ നിഗൂഢതകളിൽ നിന്ന് ആരംഭിച്ച ഒരു ഗജവീരന്റെ കഥ. കാട്ടിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചിരുന്ന ആ കൊമ്പൻ പിന്നീട് കോന്നി ആനക്കൂട്ടിലെത്തി മനുഷ്യരുടെ ലോകത്തേക്ക് പ്രവേശിച്ചു. അവിടെ നിന്ന് ലേലത്തിലൂടെ കൊല്ലത്തെ മെമ്പർ നാരായണ പിള്ളയുടെ കൈകളിലെത്തി. കാലം മുന്നോട്ട് നീങ്ങി. കുറെ കൈമാറ്റങ്ങൾക്കൊടുവിൽ പത്താംകുറ്റി രാഘവൻ സ്വന്തമാക്കിയപ്പോൾ അവൻ അറിയപ്പെട്ടു പത്താംകുറ്റി ശേഖരൻ. പൂരപ്പറമ്പുകളിൽ തലയെടുപ്പോടെ നിറഞ്ഞു നിന്ന ആ ഗജവീരൻ പിന്നീട് ബാബു നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലേക്കെത്തിയപ്പോൾ കാഞ്ഞിരങ്ങാട്ടി ശേഖരൻ എന്ന പേരിൽ ആനപ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. സമീപകാലത്ത് കാളിയാർ മഠത്തിന്റെ മണ്ണിലെത്തിയപ്പോൾ അവൻ വീണ്ടും ഒരു പുതിയ അധ്യായം തുറന്നു. കാളിയാർ മഠം, രാജശേഖരൻ. മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന ഗജലക്ഷണങ്ങൾ ഒത്തുചേർന്ന അപൂർവ നാടൻ ആനച്ചന്തം. എന്നാൽ രാജശേഖരനെ വേറിട്ടു നിർത്തുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ ഘനമേറിയ രാജകീയ കൊമ്പുകൾ. അതുമാത്രമല്ല, വാലിലെ വെളുത്ത രോമങ്ങൾ കാരണം ആനപ്രേമികൾ സ്നേഹത്തോടെ അവനെ വിളിക്കുന്നു പൂവാലൻ. തലമുറകൾ മാറിയിട്ടും ജനഹൃദയങ്ങളിൽ സ്ഥാനം നഷ്ടപ്പെടാത്ത പൂരനഗരികളുടെ നാട്ടാനച്ചന്തം. ആനക്കേരളത്തിന്റെ നിത്യഹരിത നായകൻ, ഗജരത്നം, കാളിയാർ മഠം, രാജശേഖരൻ. കൂടുതൽ ഗജവിശേഷങ്ങൾ അറിയാൻ മാതംഗലീല പേജ് ഫോളോ ചെയ്യൂ.